ജന്തർ മന്ദറിൽ CJP പ്രതിഷേധമാണ്. പ്രതിഷേധക്കാരുമായി പോലീസുകാർ സംസാരിക്കുന്നു. हम तुम्हारे साथ हैं। कहाँ लेके जा रहे हैं वो देखो पहले इनको। इसको अंदर डॉक्टर मान ले, फिर वो बाहर नहीं निकल। इधर से आओ, इधर रुको 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 रुको, इधर 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 फिर सामने इधर भैया भैया अपना हेलो पहले वो करते हैं माहौल ठीक ശരത്തിന്റെ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ശരത്ത്, അവിടെ എന്താ സംഭവിക്കുന്നത്? എന്താണ് സേതു? കാരണം ഇവിടെ പോലീസ് സംബന്ധിച്ചിടത്തോളം പോലീസും പിന്നെ ദീപക്കയുമായിട്ട് വാക്തർക്കമാണ്. പോലീസ് നേരത്തെ അനുവദിച്ചിരുന്നെങ്കിലും ഇപ്പോൾ നടക്കുന്നത് പോലീസ് അവരുടെ സ്ഥലത്തു നിന്ന് മാറാനാണ് ആവശ്യപ്പെടുന്നത്. കാരണം നിങ്ങൾ ചർച്ച ചെയ്യണം, മാറണം. പക്ഷേ ഇതിനോടൊന്നും ദീപക്കെ അല്ലെങ്കിൽ KJP പ്രവർത്തകർ തയ്യാറല്ല. കാരണം പിന്നെ രൂക്ഷമായ വാക്തർക്കമാണ് പോലീസുമായി നടന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയും, യാതൊരു വിധത്തിലും ഈ ജന്തർ മന്ദറിലെ ഈ പ്രൊട്ടസ്റ്റ് സ്ഥലം മാറ്റാൻ അല്ലെങ്കിൽ അവിടെ സ്ഥലം മാറ്റാൻ തയ്യാറല്ല. ഇവിടെ തന്നെ തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇന്നലെ ഇത് ഒഴിപ്പിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മാറിപ്പോകണം. നിങ്ങൾ ചർച്ച ചെയ്തതല്ലേ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പോലീസ് പറയുന്നത്. പോലീസുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് ഇപ്പോൾ CJP പ്രവർത്തകർ. പോലീസിനെ കടത്തിവിടുന്നില്ല, പല സ്ഥലത്തും പോലീസിനെ തടയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. ഒരു കാര്യത്തിൽ വളരെ പ്രത്യേക, പോലീസ് പക്ഷെങ്കിൽ ഫലം പ്രയോഗിക്കുന്നില്ല, പോലീസ് മാറി നിൽക്കുകയാണ്. വാക്തർക്കമുണ്ടെങ്കിൽ പോലും പോലീസ് ഒരു ഫലപ്രയോഗത്തിന് മുതിരുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ വാക്തർക്കം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെ ശരത്ത്, ശരി. അപ്പം ജന്തർ മന്ദറിലെ നിലവിലെ സാഹചര്യം പറയുകയായിരുന്നു ശരത്തിൽ. അവിടെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ CJP പ്രവർത്തകർ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അവിടെ എത്തി തുടങ്ങിയിരുന്നു. രാവിലെയും നമ്മൾ കണ്ടതാണ് അവിടെ പ്രവർത്തകരുടെ ഒഴുക്ക്, CJP പ്രവർത്തകരുടെ ഒഴുക്ക് കണ്ടിരുന്നു. എന്നാൽ പോലീസുകാർ ഇത് നമ്മൾ നേരത്തെ ഒഴിപ്പിച്ച സ്ഥലമാണ് എന്ന് സമരക്കാരോട് പറയുകയാണ്.